വയനാട് വെള്ളാർമല സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ സോനു പകർത്തിയതാണ് പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ വരെയുള്ള ഈ പ്രദേശത്തിൻ്റെ അവസാന ഗ്രാമീണ ദൃശ്യങ്ങൾ. ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുഞ്ചിരിമട്ടത്തെ വീട്ടിൽ മറന്നുവെച്ച ഉമ്മയുടെ ഫോണെടുത്ത് മുണ്ടക്കൈയിലേക്ക് വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അന്ന് രാത്രി മുത്തച്ഛനൊപ്പം ഉറങ്ങിയ സോനു ഇപ്പോഴും ഉറക്കത്തിലാണ്. മേപ്പാടി പള്ളിക്കബറിൽ മുത്തച്ഛനൊപ്പം. ചെളി നിറഞ്ഞെങ്കിലും പുഞ്ചിരിമട്ടത്തെ സോനുവിൻ്റെ വീട് ഇപ്പോഴും അവിടെയുണ്ട്. സോനു, അമ്മ റുബിയ, ചേട്ടൻ സുബിൻ എന്നിവരാണ് ദുരന്തത്തിൻ്റെ തലേന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത്. ചേച്ചി സുഹാന ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അച്ഛൻ സുബൈർ കുവൈറ്റിലും. മഴപ്പെയ്ത്ത് കനക്കുമ്പോഴൊക്കെ റുബിയയുടെ പിതാവ് 65-കാരൻ ബാപ്പൂട്ടി മുണ്ടക്കൈ പുഴയോരത്തെ തറവാട്ടിലേക്ക് വിളിക്കും. പക്ഷേ അന്ന് റുബിയയും ബാപ്പൂട്ടിയും കുട്ടികളും മുണ്ടക്കൈ പള്ളിക്കു സമീപത്തെ ബാപ്പൂട്ടിയുടെ മൂത്ത മകൾ റാബിയയുടെ വീട്ടിലേക്കാണ് പോയത്. റാബിയ, ഭർത്താവ് നാസർ, 17-കാരൻ മുഹമ്മദ് ഇസഹാക്ക് അടക്കം 3 മക്കൾ അവിടെയുമുണ്ട്. ഉമ്മയുടെ ഫോൺ പുഞ്ചിരിമട്ടത്തെ വീട്ടിൽ വെച്ച് മറന്നു. അതെടുക്കാൻ അയച്ചതാണ് 11-കാരൻ സോനുവിനെ. സോനു വെള്ളാർമല സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ, പാട്ടുകാരൻ, പഠനം, സ്പോർട്സ്, സൈക്ലിംഗ് തുടങ്ങി എല്ലാത്തിലും മിടുക്കൻ. നാടിൻ്റെയും വീടിൻ്റെയും പൊന്നോമന. മുത്തേ പൊന്നും മുത്തേ എത്തി നിൻ പാച്ചിപ്പി. കുട്ടി വ്ളോഗർ കൂടിയായ സോനു പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ വരെയുള്ള ഗ്രാമീണ ഭംഗി ഉമ്മച്ചിയുടെ ഫോണിൽ പകർത്തി. അതാ നാടിന്റെ ഒടുവിലത്തെ ചിത്രമാകുമെന്നറിയാതെ. നമ്മള് ഉമ്മച്ചിന്റെ ഫോണ് മാറ്റിച്ചു. അപ്പോൾ ഉമ്മച്ചിന്റെ ഫോൺ എടുക്കുമ്പോൾ അടിപൊളി ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങള് ഇന്ന് വെയിൽ വന്നിട്ട് കേട്ടോ. ഇത്രയും നേരം മഴ. റാബിയയുടെ ഭർത്താവ് നാസർ, മകൻ സിനാൻ, മുത്തച്ഛൻ ബാപ്പൂട്ടി, ഒപ്പം സോനുവും. മഹാദുരന്തത്തിന്റെ വിവരമറിഞ്ഞ് വിദേശത്തു നിന്നെത്തിയതാണ് സോനുവിന്റെ പിതാവ് സുബൈർ. വീഡിയോ എടുത്തുനിന്ന് രാത്രി എനിക്ക് വിട്ടുവന്നപ്പോൾ നമ്മളതൊരു കാര്യത്തിലെടുത്തില്ല. കാരണം ആ വീഡിയോസ് കണ്ടപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു, എന്നും സാധാരണ എടുക്കുന്നല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഇതേപോലെ ലാസ്റ്റത്തെ വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ സോനു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പാട്ടാടാനും വീഡിയോ. ഇപ്പോൾ എൻ്റെ മൂത്തമ്മൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായല്ലോ, അതിൽ പാട്ട് പാടിയ വീഡിയോസ് ഉണ്ടാവും, സ്വന്തമായിട്ട് പാടി. നല്ല പാടും, മോനും പാടും, മോളും പാടും. വൈഫ് പറയും, മലക്ക് മഴ ചെയ്താലും മോളും ഈ ചെറിയ മോനും വന്ന് പുറത്ത് എത്തി നോക്കുമ്പോൾ അതിൻ്റെ മുന്നേക്ക് ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ടല്ലോ, അന്ന് മുതൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ആ മഴ ഉണ്ടെങ്കിൽ തന്നെ മുത്തച്ഛൻ വരും ഇവരെ കൊട്ടാൻ, അവിടെ നിൽക്കണ്ടെന്ന് പറയാൻ. രാത്രി പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് അതിൽ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്തോ സെക്കൻഡിലല്ല മണ്ണിൽ വീണത്. അതിൽ വൈഫും മൂത്ത മോനാണ് മുകളിൽ ഉണ്ടായിരുന്നത്. വൈഫ് പറഞ്ഞു, ഒരു മോൻ്റെ കൈ പിടിച്ചിട്ട്
കരിമല്ലിക്കോ നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ പൊട്ടിൽ തന്നെ ഒരു മണ്ണിൽ കുളിച്ച് താഴേക്ക് തന്നു. രണ്ടാമത്തെ പൊട്ട് ആണോ വെള്ളം വന്നത്, ഒരു വെള്ളം വന്ന് അവരെ തഴുകിയെന്നാണ് പറയുന്നത്. അതിലെ ഒന്ന് ശ്വാസം കിട്ടിയത്, മൂന്നാമത്തെ ശ്വാസം പോകാണെങ്കിൽ പോയിട്ടുണ്ടാവും അവർ പറയുന്നു. സോനും വല്യപ്പയും താഴെയാണ് കിടന്നിരുന്നത്. ഇന്ന് കിടക്കുന്ന രാത്രി വൈഫ് പറഞ്ഞിരുന്നു പോലും, ഇന്ന് ഇവിടെ കിടന്ന മോനെന്ന്. അപ്പോൾ പറഞ്ഞു വല്യപ്പ ഒറ്റക്കല്ലേ താഴെ കിടക്കുന്നത്, ഞാൻ വല്യപ്പാനൊപ്പം കിടക്കാം, ഇവിടെ കാക്കുണ്ടല്ലോ വെച്ചിക്കെന്ന് പറഞ്ഞിട്ട് ഒരു വൈഫിൻ്റെ കയ്യിൽ നിന്ന് പുറപ്പും വാങ്ങിയിട്ട് താഴേക്ക് പോയതാണ്. അവരെ അങ്ങനെ തന്നെ കിടന്ന അതാ ലാസ്റ്റ്. ഞാൻ വരുന്നവരെ ജീവൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവരെല്ലാം അടിയിലുണ്ട്, ജീവനുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തുന്നവരെ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോൾ ജീവൻ ഉണ്ടാട്ടെ. പക്ഷെ ഞാനൊരു തെറ്റൊരു എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയോട് ചിലപ്പോൾ കിട്ടും. ഇവിടെ വന്നപ്പോഴും മോൻ അടിയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മാനോട് ഒന്ന് പറയും, എനിക്കിത് പറയണം. ഉമ്മ പ്രാർത്ഥിച്ച് ചിലപ്പോൾ മോൻ രക്ഷപ്പെട്ട് ജീവൻ ഉണ്ടാവും എടുക്കുമ്പോൾ. പക്ഷെ എന്തറിയില്ല, ആ അവിടെ പോകാൻ പറ്റില്ലല്ലോ. വേണ്ട, ഇനി എവിടെയും ചെറിയ വീടെടുത്ത് ഇവർ കൂടെ ജീവിക്കുക. ഒരു പരിക്കുണ്ടായിട്ടില്ല, ഒരു പോറൽ പോലും സമ്മതിച്ചില്ല എൻ്റെ മോന്. വല്യപ്പാക്കുണ്ടായിരുന്നു. മോന് വല്യപ്പ മോനെ സംരക്ഷിച്ചതായിരിക്കും ആ ഇടിയിലും ഇതിലെന്നാ തോന്നി. ഒരു ദിവസം കഴിഞ്ഞില്ലേ മോനെ കിട്ടാൻ. ശ്വാസം എന്തായാലും കിട്ടില്ലല്ലോ. വെള്ളം കുടിച്ച ആ ഒരു നീല നിറം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വെള്ളത്തിൽ വീണ്. രണ്ടാളും ഒന്നിച്ചെന്നെ മറവ് ചെയ്തതും ഒന്നിച്ചെന്നെ കിടക്കുന്നുണ്ടായിരുന്നു. വീടൊന്നും പോയി എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ മോന് ജീവൻ കിട്ടിയാൽ മതി, ഞാൻ പോയില്ലേ. അതിലും വലുത് എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ടെന്നാ. വിപിൻ വേളിക്കും ജിതിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 വയനാട്. സോനുവിൻ്റെ പിതാവ് PB സുബൈറിൻ്റെ കണ്ണീർ നമ്മുടെ കണ്ണുനീരായി മാറുന്നു. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചത്. എത്ര കാലം കഴിഞ്ഞാലും ഈ സോനുവിനെക്കുറിച്ച് ഓർമ്മകൾ ഈ പിതാവിൻ്റെ മനസ്സിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലുടനീളം ഈ ദുരന്തത്തിൻ്റെ ഭീകരമായ ചിത്രം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാനാവും? നിസ്സഹായതയാണ് ഇവിടെയൊക്കെ നമ്മളെ വേട്ടയാടുക.